നമസ്കാരം. നേർവഴിയുടെ പുതിയ അധ്യായത്തിലേക്ക് പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. സുരേഷ് രാമന്തളി. ഇന്നത്തെ നേർവഴിയിൽ നാം പരിചയപ്പെടുന്നത് പ്രഗത്ഭനായ ഒരു ഗാനരചയിതാവിനെയും ചലച്ചിത്ര സംരംഭകനെയുമാണ്. ബോംബെ രവിയുടെ സംഗീത നിർവഹണത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള 2 പാട്ടുകൾ, പ്രണയിക്കുകയായിരുന്നു ഓരോരോ ജന്മങ്ങളിൽ, 100 ജന്മം തുടങ്ങിയ ഗാനങ്ങൾ നമ്മുടെ നാട്ടിലെ മിക്ക സംഗീതാസ്വാദകരുടെയും ചുണ്ടിൽ തത്തിക്കളിച്ച ഗാനങ്ങളാണ്. എന്നാൽ ഈ ഗാനങ്ങളുടെ രചയിതാവ് രാമന്തളി സ്വദേശിയായ സുരേഷാണെന്ന് പലർക്കും അറിയില്ല. ഇന്നത്തെ നേർവഴിയിൽ നാം പരിചയപ്പെടുന്നു സുരേഷ് രാമന്തളി. പ്രേക്ഷകർക്കെല്ലാം ഒന്നുകൂടെ സ്വാഗതം. നേർവഴി. വിരലിലെണ്ണാവുന്ന ഗാനങ്ങളിലൂടെ സംഗീതാസ്വാദകരുടെ ഹൃദയത്തിൽ സുദൃഢമായ സ്ഥാനം ലഭിച്ച ഗാനരചയിതാവാണ് സുരേഷ് രാമന്തളി. മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം രചിച്ച യേശുദാസ് പാടിയ 100 ജന്മം, സുജാത പാടിയ പ്രണയിക്കുകയായിരുന്നു എന്നീ ഗാനങ്ങൾ ഇപ്പോഴും ഗാനാസ്വാദകരുടെ ചുണ്ടിൽ സജീവമായി നിൽക്കുന്നു. ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിലെ അതുല്യ പ്രതിഭയായ ബോംബെ രവിയാണ് ഈ ഗാനങ്ങൾക്ക് ഈണം പകർന്നത്. ഗാനരചന, തിരക്കഥ, ചലച്ചിത്ര നിർമ്മാണം, അഭിനയം എന്നിങ്ങനെ സിനിമയുടെ വിവിധ മേഖലകളിൽ സജീവമായി നിൽക്കുന്ന കലാകാരനാണ് സുരേഷ് രാമന്തളി. നമസ്കാരം സുരേഷ് രാമന്തളി. അപ്പോൾ താങ്കൾ നമ്മുടെ ഈ നാട്ടിലത്തെ ഒരു പ്രഗത്ഭനായിട്ടൊരു കലാകാരനാണ്. ഗാനരചന, അഭിനയം, അതുപോലെ തന്നെ ചലച്ചിത്ര നിർമ്മാണം, ഷോർട്ട് ഫിലിം. അധികാർക്കും അറിയില്ല ഈ സുരേഷ് രാമന്തളി എന്ന് പറയുന്ന ആൾ ആരാണ്, നമ്മുടെ നാട്ടുകാരൻ തന്നെയാണോ, അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സംഭാവനകൾ, ഇതൊക്കെ അധികാർക്കും അറിയില്ല. അപ്പോൾ ആദ്യം നമുക്ക് താങ്കൾ ഏതൊക്കെ മേഖലകളാണെന്നൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഈ സിനിമയുടെ മേഖലയിലേക്ക് വരുന്നത് തന്നെ 2000-ലാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ബോംബെയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറും അതിൻ്റെ സംവിധായകനൊക്കെ ബോംബെക്കാരായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്നത് 2000-ൽ. അതിൻ്റെ തിരക്കഥാകൃത്തായിട്ടും ഗാനരചയിതാവായിട്ടാണ് ആദ്യത്തെ സിനിമയിൽ ഉണ്ടായത്. മനസ്സിലൊരു മഞ്ഞുതുള്ളി എന്നാണ് ആ സിനിമയുടെ പേര്. അപ്പോൾ അതിൻ്റെ സംവിധായകൻ ജയകുമാർ നായർ. അപ്പോൾ അതിൽ സംവിധാനം നിർവഹിച്ച് ബോംബെ രവിയായിരുന്നു. അത് എന്നെ കൂടാതെ MD രായ എന്ന പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അതിൽ. അപ്പോൾ അതായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമയുടെ സംരംഭം. പിന്നെ അത് ആക്ച്വലി തിരക്കഥാകൃത്തായിട്ട് പോകുന്നതാണ് അല്ലേ? തിരക്കഥാകൃത്തായിട്ടായിരുന്നു അതിൽ വന്നത്. അപ്പോൾ അതിലിങ്ങനെ 2 സിറ്റുവേഷനിൽ 2 സോങ് വരുമ്പോൾ സംവിധാനം പറഞ്ഞ് എഴുതി നോക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെയാണ് പാട്ടെഴുത്തിലേക്ക് വരുന്നത്. പാട്ടെഴുത്തിലേക്ക് വന്ന് എന്നിട്ട് ജോലി കൂടെ കൊണ്ട് തന്നെയായിരുന്നു നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് ആൽബങ്ങൾക്ക് പിന്നീട് പാട്ട് എഴുതി. നാട്ടിലോട്ട് അങ്ങനെ ജോലി കളഞ്ഞിട്ട് വരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ബോംബെയിൽ ജോലിയായിരുന്നു? ബോംബെയിൽ ജോലിയായിരുന്നു. അങ്ങനെ ജോലിയും കാര്യമായിട്ട് ഇങ്ങനെ പോയി അത്യാവശ്യം ആൽബങ്ങൾക്കൊക്കെ പാട്ട് എഴുതും. അപ്പം നാടുമായിട്ട് വല്ലപ്പോഴും വരുന്നൊരു ബന്ധമേ ഉള്ളൂ. പിന്നെ ബോംബെയിൽ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബോംബെയിലൊരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ അതിൻ്റെ ചാടാനൊക്കെ പറ്റുമോ? അതിൻ്റെ ഇടയിൽ ഷൂട്ടിങ്ങിന് വരികയും പോവുകയും അങ്ങനെ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. വന്നും പോയിക്കൊണ്ടിരിക്കാനുള്ള ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ കൂടെ ലീവ് എടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു ഫുൾ ടൈം ഒരു ഫീൽഡിലേക്ക് വരാനും വന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ജോലിയൊക്കെ കളഞ്ഞിട്ട്, കാരണം ഇതൊരു ഭാഗ്യപരീക്ഷണ ഇതാണ്. അതെ. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഇറങ്ങാനാവില്ലല്ലോ അല്ലേ? ഇല്ല, 2 കൽപ്പിച്ച് ഇറങ്ങാൻ കഴിയില്ല. അങ്ങനെ ഞാൻ അവസാനം ഉണ്ടായിരുന്ന ടൈംസ് ഓഫ് ഇന്ത്യയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവിടുന്ന് പിന്നെ ഗൾഫിലേക്ക് മാറി. ഇപ്പോൾ അപ്പോഴും സിനിമ ദൂരെ തന്നെയാണ്, ഇതുമായിട്ട് ബന്ധപ്പെടാനൊന്നും പറ്റാത്ത. അതിനിടയിൽ 1-2 സിനിമകൾക്ക് പാട്ട് എഴുതിയിരുന്നു. പക്ഷേ അത് ചിത്രം നടന്നില്ല, അതിൻ്റെ ചിത്രീകരണം പൂർത്തിയായില്ല. അങ്ങനെയുള്ള 1-2 പടങ്ങൾ ചെയ്തിരുന്നു. പിന്നെ അതിന് ശേഷമുള്ള ഒരു വരവാണ് ബോൺസായി എന്ന
സ്വന്തം ബാനറിൽ, ഞാൻ എൻ്റെ സ്വന്തം ഒരു ബാനറിലൂടെ ഞാൻ ബോൺസായി എന്ന സിനിമ നിർമ്മിക്കുന്നത്. അപ്പോൾ അതൊരു ടീം വർക്കാണ്, ഒരു കൂട്ടായ്മയാണ്. നമ്മൾ കുറച്ച് സുഹൃത്തുക്കളുടെ, സംവിധായകൻ സന്തോഷ് പെരിങ്ങേത്ത് ആയിരുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെയാണ് ആ സിനിമ വരുന്നത്. അപ്പോൾ അതിൽ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പം ഗാനരചന, നിർമ്മാണം, തിരക്കഥ അല്ലേ, എന്തൊക്കെയാണ്? അതെ. ആദ്യം തിരക്കഥയിലായിരുന്നു, പിന്നെ ഗാനരചനയിലേക്ക്. എത്ര സിനിമക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്? ഞാനിപ്പോൾ ഒരേ ഒരു സിനിമക്ക് മാത്രമേ തിരക്കഥ എഴുതിയിട്ടുള്ളൂ, തിരക്കഥയാണ്. ഇപ്പോൾ ഗാനരചനയിലേക്ക് വന്നപ്പോൾ ഞാനിപ്പോൾ ഒരു തിരക്കഥ വിട്ട് ഗാനരചനയിലേക്ക് ചാടുക അങ്ങനെയായിരുന്നോ അതോ? അങ്ങനെയല്ല. അപ്പോൾ ആ ഒരു മനസ്സിലും മഞ്ഞുതുള്ളിയിൽ ഏറ്റവും പോപ്പുലറായ 2 ഗാനങ്ങൾ ഞാൻ എഴുതിയതായിരുന്നു. അത് ഏതായിരുന്നു ആ പാട്ട്? അത് പ്രണയിക്കുകയായിരുന്നു നാം. ഞാൻ ചോദിച്ചത് ആ പാട്ട് പോപ്പുലർ എന്ന് താങ്കൾ പറഞ്ഞപ്പോൾ ആ പാട്ട് കേൾക്കാത്തവരില്ലല്ലോ. അതെ. സുജാതയായിരുന്നു പാടിയിരുന്നത്, ബോംബെ രവിയുടെ സംഗീതം. അതുപോലെ തന്നെ യേശുദാസ് പാടിയ 100 ജന്മം പിറവിയെടുത്താലും. 2 ഗാനങ്ങളും വളരെ പോപ്പുലറായി. അങ്ങനെയാണ് ഈ പാട്ടെഴുത്തിലേക്കുള്ള. ആ സിനിമേനേക്കാളും പോപ്പുലാരിറ്റി ആ പാട്ടിന് കിട്ടി. തീർച്ചയായും പാട്ടുകൾ വളരെ ഹിറ്റായിരുന്നു. സിനിമ പ്രതീക്ഷിച്ച പോലെ പോയില്ല, പാട്ടുകൾ വലിയ ഹിറ്റായിരുന്നു. അങ്ങനെയാണ് ഈ പാട്ടെഴുത്തിലേക്കുള്ള താല്പര്യം വന്നത്. അതിനുശേഷം ചെയ്തിട്ടുണ്ട്. ഇപ്പം 3 സിനിമകൾ ഇപ്പം ഓൾറെഡി റിലീസായി കഴിഞ്ഞിരിക്കുകയാണ്. മൊത്തത്തിൽ ഗാനങ്ങളാണോ? ഗാനങ്ങൾ. ബോൺസായിലെ പാട്ടുകൾ ഞാൻ എഴുതിയതാണ്. അതിൽ 3 പാട്ടുകളുണ്ട്. അതിലൊരു പാട്ട് ജയചന്ദ്രൻ പാടിയ കാടും കാട്ടാറും, പിന്നെ ശ്രേയ പാടിയ, ബേബി ശ്രേയ പാടിയ ചെല്ലഞ്ചൊല്ലി എന്നുള്ള, പിന്നെ മത്തായി സുനിൽ പാടിയ ഒരു ഫോക്ക് സാധനമുണ്ട്, അതും. അങ്ങനെ 3 പാട്ടുകളുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ കൊസ്രാക്കൊള്ളിയിലെ 2 ഗാനങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച റിലീസായ കൊസ്രാക്കൊള്ളികളിലെ 2 ഗാനങ്ങൾ. അതിൽ ഈ ഗാനരചന കൂടാതെ മറ്റു ഇൻവോൾവ്മെൻ്റ് ഒക്കെ ഉണ്ടോ? ബോൺസായിയുടെ നിർമ്മാതാവ് ഞാൻ തന്നെയായിരുന്നു. കൂടാതെ ബോൺസായിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു അധ്യാപകൻ്റെ റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഈ കൊസ്രാക്കൊള്ളിയിൽ ഗാനങ്ങൾ മാത്രമായിരുന്നു, ഗാനരചന മാത്രമായിരുന്നു. അത് കൈതപ്രം വിശ്വനാഥനായിരുന്നു സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞു, ഇപ്പം എല്ലാം കൂടി എത്ര പാട്ട് എഴുതിയിട്ടുണ്ടാവും? ഞാനൊരു 100ഓളം ആൽബം സോങ്ങുകളുടെ രചന നിർവഹിച്ചു, ഈ സിനിമ അടക്കം. സിനിമ കൂടാതെ. സിനിമയിൽ ഇപ്പം മൊത്തം എഴുതിയിരിക്കുന്ന ഒരു 7 പാട്ടുകളാണ് ഇപ്പം സിനിമക്ക് എഴുതിയിരിക്കുന്നത്. ഇനി ഹിറ്റായി അല്ലേ? അപ്പോൾ എഴുതിയ പാട്ടുകളൊക്കെ ഹിറ്റാണ്, അതാണ് അതിൻ്റെ ഒരു ഇത്. ഇനി വരാനിരിക്കുന്ന ഒരു 3 പടങ്ങളുണ്ട്, അത് ഓൾറെഡി എൻ്റെ വർക്കിലാണിപ്പോൾ. അതിലുള്ള പാട്ടുകൾ ഇപ്പോൾ വൈകാതെ തന്നെ പടത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ആരംഭിക്കും. അതുപോലെ തന്നെ താങ്കളുടെ നിരവധി ചലച്ചിത്ര സംരംഭങ്ങളുണ്ട്. താങ്കൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമ, അതുപോലെ താങ്കൾ ഇടപെട്ടിട്ടുള്ള മറ്റ് സിനിമാ സംരംഭങ്ങൾ, അവയെക്കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ മെയിൽ ഷൂട്ട് ചെയ്യുന്ന എൻ്റെ ബാനറിലുള്ള SR ഫിലിംസിൻ്റെ ബാനറിലുള്ള പുതിയ ചിത്രം മെയിൽ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ്. ചീമേനി കയ്യൂർ ഭാഗങ്ങളിലാണ് ചിത്രീകരണം. ഒരു കൊച്ചു ചിത്രമാണ്, പക്ഷേ വളരെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. അപ്പോൾ മലയാളത്തിലെ ചില പ്രമുഖ താരങ്ങളൊക്കെ അഭിനയിക്കുന്ന ഒരു സാധനമാണ്. ഒരു പുതിയ സംവിധായകൻ ആ സിനിമയിലൂടെ വരുന്നു. പേരൊന്നും ആയിട്ടില്ല? പേരൊക്കെ ആയിട്ടുണ്ട്, പറയേണ്ട സമയത്ത് പറയുമല്ലോ. അത് റിലീസ് ചെയ്യാനുള്ള സമയമായിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് നല്ല ദിവസമാണ്. അപ്പോൾ മെയ് ഫസ്റ്റ് വീക്കിൽ ഷൂട്ട് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞു. യേശുദാസ്, സുജാത എന്നിവരെ കൂടാതെ ജയചന്ദ്രൻ, MG ശ്രീകുമാർ, സന്തോഷ് കേശവ്, ശ്രേയ തുടങ്ങി അനേകം പ്രശസ്തരായ ഗായകർ സുരേഷ് രാമന്തലിയുടെ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. കൈതപ്രം വിശ്വനാഥൻ, ജയചന്ദ്രൻ കാവുന്താഴ തുടങ്ങിയ സംഗീത സംവിധായകർ അദ്ദേഹത്തിന്റെ വിവിധ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നു. സുരേഷിന്റെ സ്വന്തം നിർമ്മാണ സംരംഭമായ SR ഫിലിംസിന്റെ ബാനറിൽ അദ്ദേഹം നിർമ്മിച്ച സന്തോഷ് പെരിങ്ങേത്ത് സംവിധാനം ചെയ്ത ബോൺസായി, കൊസ്രാക്കൊള്ളികൾ, സിൽക്ക് മുക്ക് തുടങ്ങിയ സിനിമകൾക്ക് വേണ്ടിയും സുരേഷ് ഗാനരചന നിർവഹിച്ചിട്ടുണ്ട്. കൂടാതെ കനകമുന്തിരികൾ, ചാന്ദ്രമൗനം, ശ്രീലകം, സഖിയെ തുടങ്ങി 100ൽ പരം ആൽബം ഗാനങ്ങൾക്കും അദ്ദേഹം വരികളെഴുതി. ബോൺസായിൽ പ്രധാനപ്പെട്ട ഒരു വേഷത്തിൽ അഭിനയിക്കുകയും ചെയ്തു. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, ബോംബെയിലെ ഒരു സിനിമയിൽ തിരക്കഥ എഴുതുന്നതിൻ്റെ ഇടയിൽ യാദൃശ്യമായിട്ടാണ് ആ ഒരു ഗാനരചനയിലേക്ക് കടക്കുന്നത്. പക്ഷെ നമുക്കറിയാം, ഒരു ഗാനരചയിതാവ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ സിനിമ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആയിരിക്കും ചെയ്യുക, പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ആയിരിക്കും സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഗാനം എഴുതുക എന്ന് പറയുമ്പോൾ അതൊരു കലാസംരംഭമാണ്, ഒരു സാഹിത്യ സംരംഭമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു കവി ഉണ്ടായിരിക്കണം.
അപ്പം എന്താണ് അതിൻ്റെ തുടക്കം? ഉള്ളിലൊരു കവിയുള്ള കാര്യം നേരത്തെ അറിയാമോ? എങ്ങനെയാണ് ഈ ഗാനരചന എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിലേക്ക് വരുന്നത്? ഞാൻ എഴുത്തിലേക്ക് തിരിയുന്നത് ബോംബെയിൽ നിന്ന് തന്നെയായിരുന്നു. എൻ്റെ അപ്പം അതിന് മുമ്പേ ഒന്നും എഴുതിയിട്ടേ ഇല്ലേ? ബോംബെയിൽ തൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കവി ഉണ്ട് അതിന് മുമ്പേ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നാണോ? ബോംബെയിൽ ഉണ്ടാകുമ്പോഴാണ് ഞാൻ അവിടുത്തെ സമാജങ്ങളുമായിട്ട്, മലയാളി സമാജങ്ങളുമായിട്ട്, സംഘടനകളായിട്ടെല്ലാം ചേർന്ന് വർക്ക് ചെയ്യുന്ന സമയങ്ങളിലാണ് എഴുത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ആദ്യകാലങ്ങൾ കഥയായിരുന്നു. ചെറുകഥയിലായിരുന്നു. ഒരുപാട് പുരസ്കാരങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ചെറുകഥയ്ക്ക്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കവിതയിലേക്ക് തിരിയുന്നത്. അങ്ങനെയുള്ളൊരു ബന്ധം കവിതയായിട്ട് ഉണ്ടായിരുന്നു. കവിത ആദ്യം എഴുതിയല്ലേ? ചെറുകഥയാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഗാനങ്ങൾക്ക് മുമ്പേ കവിതയായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെയല്ലേ പഠിച്ച് വളർന്നതൊക്കെ രാമന്തളിയല്ലേ? ആ സമയത്തൊന്നും അങ്ങനത്തെ ഏർപ്പാടേ ഇല്ല. ഇല്ല. ആ സമയങ്ങളിൽ വായിക്കാറുമില്ല കവിത. വായന ഉണ്ടായിരുന്നു. അന്ന് സജീവമായിരുന്നു രാമന്തളി വായനശാല. അപ്പോൾ പഴയ പുസ്തകങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഒരു വായനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എഴുത്തുകളിലേക്കൊന്നും അന്ന് തിരിഞ്ഞില്ല. അന്ന് നാടകത്തിനായിട്ടുള്ളൊരു ഭയങ്കര ഭ്രമം ഉണ്ടായിരുന്നു. നാടകം ഈ ഭാഗത്ത് പൊതുവേ നാടകമായിട്ടുള്ള വല്ലാത്തൊരു ഭ്രമമില്ല. ഇവിടെ നാടകമുണ്ടോ അവിടെ പോയി നാടകം കാണുക, അങ്ങനെയൊക്കെയുള്ളൊരു ഇതായിരുന്നു. അക്കാലത്തൊന്നും ഇങ്ങനെ ഒരു കവി ഉള്ളിലുണ്ട് എന്ന് അറിഞ്ഞില്ല എന്നർത്ഥം. ഇല്ല, അതാണ് സത്യം. അന്ന് എഴുത്തൊന്നുമില്ല, അക്കാലത്ത് എഴുത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് ബോംബെയിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഗൾഫിലെത്തിയപ്പോൾ അവിടെയും സംഘടനകളൊക്കെ ആയിട്ട് സഹകരിക്കുമ്പോൾ എഴുത്തുണ്ടായിരുന്നു. കഥയിലായാലും കവിതയിലായാലും സജീവമായി നിന്നിട്ടായിരുന്നു. സിനിമയ്ക്ക് ശേഷം ഉണ്ടായിരുന്നു. ഈ ഇടവേളയിലെ സമയത്ത് മാത്രം. അതെ, ഇടവേളയിൽ. പിന്നെ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ അതങ്ങോട്ട്. എങ്ങനെ സിനിമയിലേക്ക് വന്നത്? അതിനെന്തെങ്കിലും നിമിത്തമുണ്ടോ? സിനിമയിലേക്ക് വന്നത് അതാണ് പറഞ്ഞത്, സജീവമായി നിന്നിരുന്നത്. എഴുത്തിൽ സജീവമായി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ എഴുത്തുകാരെ തിരഞ്ഞുകൊണ്ട്, ഇതിൻ്റെ സംവിധായകനും നിർമ്മാതാവും കൂടെ എഴുത്തുകാരെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു സിനിമയ്ക്ക് എഴുത്തുകാർ വേണം, അങ്ങനെയാണ് വിളിക്കുന്നത്. സുരേഷ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നു. അത് നിങ്ങളുടെ ഈ സമാജമായിട്ട് ബന്ധപ്പെട്ട ആളായിരിക്കും അല്ലേ? അതെ, മലയാളം സദസ്സുകളിലൊക്കെ ഉള്ള പരിചയമുള്ളവർ മുഖമായിരുന്നു അയാൾ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു സിനിമയുടെ ചർച്ചയിലേക്ക് വരുന്നത്. സിനിമ അങ്ങനെ ഒരു കഥയുണ്ടാകുന്നു, പുതിയ പുതിയ തിരക്കഥ ഉണ്ടാകുന്നു, ഗാനങ്ങളുണ്ടാകുന്നു. ഒരു വലിയ ടൈം എടുത്തിരുന്നു. ഒരു 1.5 വർഷം ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. എല്ലാവരും ജോലിക്കാരും കാര്യങ്ങളൊക്കെ. നമ്മൾ വൈകുന്നേരങ്ങളിൽ, അവധി ദിവസങ്ങളിൽ ഒക്കെ നമുക്ക് അതിൻ്റെ കൂടുതൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സിനിമയുടെ മൊത്തം നിർമ്മാണ സംരംഭങ്ങളിലെല്ലാം താങ്കൾ കൂടെ പങ്കാളിയാണ്? തീർച്ചയായും. അത് തുടക്കം മുതലേ, ആ സിനിമയുടെ തുടക്കം മുതൽ അതിൻ്റെ അവസാനം വരെ ഞാൻ ആ സിനിമയുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ബോംബെ രവിയുടെ ആയിട്ട് സംഗീതം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടുകളിൽ സ്ഥിരമായി പോവുക, അവധി ദിവസങ്ങളിലേക്ക് വൈകുന്നേരങ്ങളിൽ പോയി ഒരു 2 മാസത്തോളം അദ്ദേഹമായിട്ട് ഭയങ്കര നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ബോംബെ രവിയായിട്ട് അദ്ദേഹത്തിൻ്റെ സാന്താക്രൂസിലുള്ള വച്ചൻ എന്ന വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ വല്ലാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു ബോംബെ രവിയായിട്ട്. പാട്ടുകളൊക്കെ അവിടെ ഇരുന്നിട്ടാണ് കമ്പോസ് ചെയ്തിരുന്നത് ബോംബെയിൽ. റെക്കോർഡിങ്ങിനായിട്ട് പിന്നെ എറണാകുളത്തേക്ക് വരികയും എറണാകുളത്തെ മാർട്ടി സ്റ്റുഡിയോയിൽ വെച്ചിട്ട് എൻ്റെ റെക്കോർഡിങ്. അത് ഇവിടെ ഒരു ഇതായിക്കോട്ടെ എന്ന് വന്നതായിരിക്കും അല്ലേ? മറ്റേ ബോംബെയിൽ സ്റ്റുഡിയോകളൊക്കെ ഉണ്ടല്ലോ. ബോംബെയിൽ സ്റ്റുഡിയോകളൊക്കെ ഉണ്ട്. പക്ഷേ ബോംബെ രവി കൂടുതൽ പാട്ടുകൾ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിന് ഇവിടെ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു ആയിട്ട്. അപ്പോൾ അയാൾ നാട്ടിൽ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ വരികയായിരുന്നു. വാസ്തവത്തിൽ ആലോചിച്ചാൽ അത്ഭുതമാണ്. കാരണം ബോംബെ ഏതൊരു ഗാനരചയിതാവിൻ്റെയും വലിയൊരു സ്വപ്നമാണ് ബോംബെ രവിയെ പോലെ ഒരാളുടെ ഒരു സംഗീതത്തിൽ എഴുതുക എന്ന് പറയുന്നത്. താങ്കൾ ആദ്യത്തെ രചന തന്നെ ബോംബെ രവിയുടെ സംഗീതം ചെയ്തു എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നതാണ്. ആദ്യം തന്നെ എനിക്ക് ഇങ്ങനെ ഇത്ര വലിയൊരു സംഗീത സംവിധായകൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമാണ്. എന്ന് വെച്ചാൽ വളരെ ടാലൻ്റായിട്ടുള്ളൊരു സംഗീത സംവിധായകനാണ് രവി. അദ്ദേഹത്തിൻ്റെ കൂടെ പാട്ട് എഴുതിയിരിക്കുന്ന ONV കുറുപ്പ്, യൂസഫ് അലി കച്ചേരി, MD രാജേന്ദ്രൻ, കൈതപ്രം, അങ്ങനെയുള്ള മലയാളത്തിലെ 1ാം നിരയിലുള്ള എഴുത്തുകാരാണ്. ഒരു പുതുമുഖം എന്ന നിലയിൽ ഞാൻ മാത്രം അദ്ദേഹം 14 സിനിമകൾക്ക് സംഗീതം ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ. അതിൽ പുതുമുഖ എഴുത്തുകാരൻ ഞാൻ മാത്രമായിരുന്നു. അദ്ദേഹം പൊതുവെ അങ്ങനെ പുതുമുഖ എഴുത്തുകാരൻ വന്നതിൽ ഇഷ്ടമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. അയാൾ വല്ലാതെ നന്നായി പ്രോത്സാഹിപ്പിച്ചൊരു കക്ഷിയായിരുന്നു. അദ്ദേഹം ശരിക്കുള്ള ഉപദേശങ്ങളും തരുമായിരുന്നു. സിനിമയാണ് മകനെ, സൂക്ഷിച്ചൊക്കെ നിൽക്കണം, സിനിമയുടെ ഇത് വരുമ്പം ഉള്ളതൊക്കെ വിറ്റ് പറക്കിയിട്ട് പോകരുത്, ഇതൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് അയാൾ കൃത്യമായി തരാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ 2 പാട്ടുകളിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് 100 ജന്മം പിറവിയെടുത്താലെന്നാണ്. പറയാ ഇതിൽ പോപ്പുലറായിരിക്കുക, പ്രണയിക്കുകയായിരിക്കും, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് 100 ജന്മമാണെന്ന് അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു വരികളുടെ മീനിങ് അയാൾ എഴുതിയെടുക്കും ഹിന്ദിയിൽ, എന്താണ് പാട്ട് പറയുന്നത് എന്നുള്ള ഇതെടുത്ത് പിന്നെ വരികൾ ഹിന്ദിയിലേക്കും അതേപോലെ തന്നെ എഴുതിയതിന് ശേഷം അയാൾ സംഗീതം ചെയ്യാറുള്ളായിരുന്നു. ശരി, അതിൻ്റെ ഒരു മെസ്സേജ് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. അതെ.
അപ്പോൾ ആ സിനിമയിൽ ഒരു ഘട്ടത്തിൽ പാട്ടും കൂടി എഴുതാമെന്ന് തോന്നിയാണോ? അങ്ങനെയാണോ? ഒരു ഘട്ടത്തിൽ പാട്ട് കൂടെ എഴുതാണെന്ന് തോന്നിയില്ല. ഇതിൻ്റെ സംവിധായകന് ചില നിബന്ധനകളുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പാട്ടുകൾ വേണം. ജനിച്ചു വളർന്നൊക്കെ ബോംബെയിലാണ്. അപ്പോൾ അയാൾ കൂടുതലും ഹിന്ദി സിനിമകളുമായിട്ടൊക്കെയുള്ള ബന്ധമുള്ള ഒരാളാണ്, ഹിന്ദി പാട്ടുകളൊക്കെ ആയിട്ടുള്ള. അപ്പോൾ ഇന്ന പാട്ടുകൾ വേണം, എനിക്ക് അതുപോലുള്ള പാട്ടുകൾ വേണം എന്നൊക്കെ കുറേ നിബന്ധനകൾ വെച്ചു. അപ്പോൾ ആ നിബന്ധനകൾ അത് എത്രമാത്രം ശരിയാണോന്ന് അറിയാം, നല്ലതാണോ എന്ന് എനിക്കറിയില്ല. ആ നിബന്ധനകൾ വെച്ചപ്പോൾ അവിടെയുള്ള എഴുത്തുകാർ, അതായത് ബോംബെയിലുള്ള ഈ കവിതകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരോടൊക്കെ വിളിച്ച് ഈ ആശയം പറഞ്ഞപ്പോൾ അവരെഴുതുകയും അതൊന്നും സംവിധായകന് ഇഷ്ടപ്പെടാതെ വരികയും ചെയ്തു. അങ്ങനെ യൂസഫ് അലിയുടെ അടുത്ത് പോലും ഞങ്ങൾ വന്നിട്ടുണ്ട്. അയാളുടെ ഇങ്ങനെയാണ് ആവശ്യം, ഇങ്ങനെയുള്ള പാട്ടുകളാണ് വേണ്ടത്. യൂസഫ് അലി നോന്ന് പറഞ്ഞാണ്, അങ്ങനെ എഴുതാനാവില്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതിനുശേഷമാണ് അപ്പോൾ എന്താണ് സംവിധായകന് വേണ്ടത് എനിക്ക് ഇത്രയും ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം ഈ 100 ജന്മം എന്ന പാട്ട് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 4 വരി എഴുതി കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് വേണ്ടത് ഇതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഒരു രീതി അത്ര ശരിയായ ഒരു രീതിയാണെന്ന് തോന്നുന്നില്ല, പക്ഷെ എനിക്ക് ഒരു പാട്ട് ഫ്രീ ആയിട്ട് എഴുതാനുള്ള സ്വാതന്ത്ര്യം വേണം. അയാളത് അനുവദിച്ചരിയും. അങ്ങനെയാണ് ഈ പ്രണയിക്കുകയായിരുന്നു എന്നുള്ള ഫ്രീ ആയിട്ട് എഴുത്തുകാരൻ സ്വതന്ത്രത്തോടെ എഴുതാനുള്ള ഇത്. ട്യൂണ് ഉണ്ടല്ലോ ഏതായാലും അല്ലേ? ഇല്ല, അതിന് ശേഷമാണ് ട്യൂൺ ചെയ്തത്. വരികൾ എഴുതിയതിന് ശേഷമാണ് രവി മറ്റേ നേരെ മറിച്ചിട്ടു അല്ലേ? മറ്റേ അതങ്ങനെയല്ല, ട്യൂൺ അങ്ങനെയല്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ പഴയ ഹിന്ദി പാട്ടുകൾ, ആ പാട്ടുകളുടെ ആശയം സെയിം കവിത വരണം എന്നർത്ഥം, അതേപോലെ വരികളിലേക്ക് കൊണ്ടുവരണം. സംഗീതം പറയായിരിക്കണം, അതേ ആശയം മലയാളത്തിലേക്ക് വരണം. മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്, മേരെ സാമനെ വാലി കിഴക്കിമേ ചാന്ത് കട്ടുക്കട, അയലത്തെ ജനലിലൊരു അമ്പിളി വിടണം എന്നൊക്കെ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേ ഒരു ആശയ രീതി മുമ്പ് അങ്ങനെ അത് ശ്രീകുമാരൻ തമ്പിയാണ് എഴുതിയെന്ന് തോന്നുന്നു, എഴുതി കൊടുത്തിട്ടുണ്ട്. അതേ ഒരു ഇതിലാണ് പാട്ടുകൾ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനോട് പലർക്കും യൂസഫ് അലി നിന്നില്ല, അതിനെ അങ്ങനെ ചെയ്യാൻ തന്നെ. പിന്നെ MDR പറഞ്ഞു ഞാൻ ചെയ്യാം, അത് വലിയ വിഷയമില്ല. അങ്ങനെയാണ് പൗർണമി പൂത്തിങ്കളെ എന്നുള്ള ഗാനം ഈ പടത്തിലുണ്ട്, MDR എഴുതിയ. ചൗധരി വി കെ ചാന്ത് ഒക്കെ ഇങ്ങനെ കടന്നു വന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് ലൈൻ ടു ലൈൻ ഒരു പരിഭാഷ മാതിരിയായിരിക്കും. ഓക്കെ, സ്വാതന്ത്ര്യമില്ല എഴുത്തുകാരന്. ഏഷ്യാനെറ്റ് അറ്റ്ലസ് ലിറ്റററി പുരസ്കാരം, ഖത്തർ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പുരസ്കാരം, നോവലെറ്റ് പുരസ്കാരം തുടങ്ങി അനേകം അംഗീകാരങ്ങൾ സുരേഷ് രാമന്തളിക്ക് ലഭിച്ചിട്ടുണ്ട്. കഥാരചന, നാടകം, അഭിനയം, കവിതാരചന തുടങ്ങി വിവിധ സാഹിത്യ മണ്ഡലങ്ങളിലും സജീവ സാന്നിധ്യമാണ് സുരേഷ് രാമന്തളി. സിനിമാ രംഗത്താണല്ലോ ഗാനത്തിലേക്ക് ഒക്കെ കടന്നു വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സിനിമാ മണ്ഡലമായിട്ടുള്ളൊരു ബന്ധം, സിനിമാ കമ്പം അത് പണ്ടേ ഉള്ളതാണോ? എങ്ങനെയാണ് ആ ഒരു മണ്ഡലത്തിലേക്ക് എത്തിച്ചേർന്നത്? അങ്ങനെ ഒരു കമ്പം പിടികൂടിയത് എപ്പോഴാണ്? സിനിമാ കമ്പം ചെറുപ്പം മുതലേ കുട്ടിക്കാലത്തെ തുടങ്ങിയ ഒരു കമ്പായിരുന്നു. ഇവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു രാമന്തളി ദേവി എന്ന് പറഞ്ഞ. അപ്പോൾ അവിടുന്ന് ഈ ഫിലിം തുണ്ടുകളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും. അതൊക്കെ എടുത്തു കൊണ്ടുവരിക, അതിൽ പോസ്റ്ററുകൾ കിട്ടും. അതായത് എൻ്റെ ഒരു കസിൻ ആ തിയേറ്ററുകാരുമായിട്ടുള്ള റിലേഷനുള്ളവരാണ്, അവരുടെ കുടുംബക്കാരാണ്. അപ്പോൾ ഈ പയ്യൻ അവിടുന്ന് കുറേ ഫിലിം തുണ്ടുകൾ, പോസ്റ്ററുകളൊക്കെ കൊണ്ടുവരും. ഈ ഫിലിം തുണ്ടുകൾ വെച്ചിട്ട് ബൾബിൽ വെള്ളമൊക്കെ നിറച്ച് ഫിലമെൻ്റൊക്കെ എടുത്ത് കളഞ്ഞ് വെള്ളം നിറച്ചിട്ട് ചുമരിൽ സിനിമ കാണിക്കുക, ചലിക്കുകയും ചെയ്യില്ല. പക്ഷേ ഈ നിശ്ചലമായ ചിത്രങ്ങൾ ഇത് കാണുക, പോസ്റ്ററുകളിൽ താരങ്ങളെ കാണുക എന്നൊക്കെ കുട്ടിക്കാലത്ത് ഭയങ്കര ഒരിതായിരുന്നു. അങ്ങനെ ഉള്ളൊരു കുട്ടിക്കാലം കുറേ കാലം ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഇവിടെ ഒരു ഷൂട്ടിങ്ങൊക്കെ വന്നിട്ടുണ്ട്, മോഹൻലാൽ അഭിനയിച്ച വില്ലനായിട്ട് അഭിനയിച്ച് ഒരു മുട്ട് വിരിഞ്ഞപ്പോൾ എന്നുള്ള. അങ്ങനെ ആ സിനിമയുടെ പിറകെ ഷൂട്ടിങ് തീരുന്ന വരെ അതിൻ്റെ പിറകെയുള്ള യാത്രയൊക്കെ ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. മോഹൻലാലായിരുന്നു വില്ലൻ, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഓടിച്ച സുദർശനൊക്കെ ആയിരുന്നു മേനക. അങ്ങനെയൊക്കെയുള്ള സിനിമയോടൊരു ചെറുപ്പം കുട്ടിക്കാലത്ത് മുതൽ വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് നാവൽ അക്കാദമിയൊക്കെ വന്ന് പോയി. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ നാട് വിട്ട് പുറത്ത് പോയ ബോംബെയിലൊക്കെ പോയതാണ്. എൻ്റെ ഒരു 18-19 വയസ്സിൽ തന്നെ എൻ്റെ പഠിത്തമൊക്കെ പുറത്തായിരുന്നു ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നഗരത്തിൽ ജോലി കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയി. അപ്പോഴും മനസ്സിലെവിടെയോ കുടുംബസമേതം നഗരത്തിലേക്ക് പോയതാണോ? അതെ അതെ, മനസ്സിലെവിടെയോ ഒരു സിനിമ അപ്പോഴും എന്തോ എവിടെയോ ഉണ്ട്. അത് വരുന്നത് 2000-ലെത്തുമ്പോഴാണ് ഇങ്ങനെ മനസ്സിലൊരു മഞ്ഞുതുള്ളിലൂടെ ഇങ്ങനെ തിരക്കഥാകൃത്തായിട്ട്. അപ്പോൾ ആ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു സിനിമ കമ്പ അവിടെ ഉണർന്നു. അതെ, അങ്ങനെ ഒരു അവസരവും വന്നപ്പോൾ.
അതുപോലെ തന്നെ നമുക്കറിയാം ഏത് സംരംഭമായാലും നമ്മുടെ ധൈര്യപൂർവ്വം കടന്നു ചെല്ലുകയാണ്. നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ ഒരു മേഖലയായിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയത്തിൽ നിന്ന് വേറിട്ട് നമ്മൾ സധൈര്യം ഒരു സിനിമാ മണ്ഡലം പോലുള്ള, പ്രത്യേകിച്ച് കലയാണെങ്കിലും അപകടം പിടിച്ചൊരു മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു മണ്ഡലത്തെ കടന്നു ചെല്ലുമ്പോൾ ഇപ്പോൾ വലിയ പ്രതിസന്ധികൾ എന്ത് തന്നെ ആയാലും ഇങ്ങനെയുള്ള മേഖലയിലേക്ക് പോകുമ്പോൾ ഉണ്ടാവും അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായും. പിന്നെ അതിൻ്റെ എന്താണ്, ജോലി കളഞ്ഞിട്ട് ഞാനിതൊരു പ്രൊഫഷനായിട്ട് ഒരിക്കലും സിനിമയെ എടുത്തിരുന്നില്ല. ജോലിയുടെ കൂടെ മാത്രമേ ഇതിനെ കൊണ്ടുപോയിരുന്നുള്ളൂ. അപ്പോൾ ഒന്നാമെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഈ സിനിമ എന്ന് പറയുമ്പോൾ അതിനോട് പെട്ടെന്ന് വീട്ടുകാർക്കൊന്നും അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മടിയുണ്ട്. അതെന്താണ്, ഇപ്പോൾ ഞാനൊരു നിർമ്മാതാവ് വരുമ്പോഴും എനിക്ക് തീർച്ചയായും എനിക്ക് മനസ്സിലായി അത് പൊള്ളുന്നൊരു ഫീൽഡല്ലേ, കൈ പൊള്ളില്ലേ അങ്ങനെയൊക്കെ. പക്ഷേ എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. സിനിമ എന്ന് പറയുന്നത് സിനിമയെ സമീപിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതി സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് മൊത്തം. ഞാനിപ്പോൾ ഒരു സിനിമയെ പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ മെയിൽ ഷൂട്ട് തുടങ്ങുന്നത് പറഞ്ഞു. ഈ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ച വാക്കാണ് ഞാൻ പറയുന്നത്, കൈപ്പൊള്ളിയിരുന്നോ? തിയേറ്ററിൽ എനിക്ക് കൈപ്പൊള്ളിയിരുന്നു. എൻ്റെ സിനിമ 3ഓളം ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലുകളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ സിനിമയ്ക്കൊരു ബിസിനസ് ഉണ്ടല്ലോ, ആ ബിസിനസ് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നഷ്ടം പറ്റാതെ രക്ഷപ്പെടാം. ലാഭമില്ലെങ്കിൽ നമ്മൾ മുടക്കി കിട്ടണമല്ലോ. അതെ, ആ ഒരു ബിസിനസ് അറിയണം. ഈ അറിയാതെ എടുത്ത് ചാടി ചെയ്യുന്നവർക്കാണ് അങ്ങനെ ആകെ മൊത്തം കൈപ്പൊള്ളുന്നത്. പിന്നെ എൻ്റെ സിനിമ അങ്ങനെ വലിയൊരു ബഡ്ജറ്റ് സിനിമയും ആയിരുന്നില്ല. അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ പറയത്തക്ക ബുദ്ധിമുട്ട് വന്നിട്ടില്ല എന്നർത്ഥം. ഇല്ല. കാരണം എന്ന് വെച്ചാൽ അത്തരം സിനിമകൾക്ക് ഇന്ന് ഒരു സ്കോപ്പില്ല എന്ന് പറയാം. കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഒരു കാലഘട്ടത്തിൽ ഒരു മധ്യവർത്തി സിനിമകൾക്ക്, പണ്ട് പത്മനാഭനും ഭരതനൊക്കെ ചെയ്ത ഒരു മധ്യവർത്തി സിനിമയുടെ അതിന് ഇന്നൊരു സാധ്യതയും കാണുന്നില്ല. തിയേറ്ററുകളിൽ ഒരു ചലനം ഉണ്ടാക്കും. തിയേറ്റർ ഉണ്ടാവണം, അല്ലെങ്കിൽ മറ്റു രീതിയിൽ രണ്ടും ഇല്ലാതെ പിടിച്ച് വെക്കാനുള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ സാറ്റലൈറ്റും മറ്റ് പലതരം ഫെസ്റ്റിവലുകൾ അതിലൊക്കെ ഏകദേശം വന്നു കഴിഞ്ഞാൽ സംഗതി ഏകദേശം മുതലാവും തോന്നുന്നു. അതിലൂടെയാണ് ഒരു പ്രതീക്ഷ പിന്നെയും നിർമ്മാതാക്കൾക്കുള്ളത്. സാറ്റലൈറ്റ്, ഈ ഫെസ്റ്റിവല്, പിന്നെ വീഡിയോ, ഓഡിയോ, അങ്ങനെയുള്ള ഔട്ട്റേറ്റുകൾ ഏകദേശം ഒപ്പിച്ച് പോകാൻ പറ്റും. അപ്പോൾ അത് ഇപ്പം നമ്മൾ ഏതൊരു സംരംഭം ആദ്യം ചെയ്യുമ്പോൾ ഇനി ആളുകൾ പൊതുവെ 2 തീരുമാനമാണ് എടുക്കുക. ഒന്നുകിൽ ഇനി ഈ പരിപാടി വേണ്ട, അല്ലെങ്കിൽ ഇനി ഇത്തരം പരിപാടികൾ വേണം എന്ന്. താങ്കൾ അങ്ങനെ വല്ല തീരുമാനം എടുത്തിരുന്നു? പക്ഷേ ഞാനിനി എൻ്റെ അടുത്ത തീരുമാനത്തിൽ ഞാനൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് അത്തരം സിനിമ ചെയ്തുകൊണ്ട് എനിക്ക് തിയേറ്ററിൻ്റെ പ്രതികരണം എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. തിയേറ്ററിൽ ഒരു ചലനം ഉണ്ടാക്കാതെ പോകുന്നു. പിന്നെ അത് എൻ്റെ ഫെസ്റ്റിവലുകൾക്ക് പോകാൻ കഴിഞ്ഞതുകൊണ്ട് ഒരു ചർച്ച നിലനിർത്താൻ പറ്റും എൻ്റെ സിനിമ ബോൺസായി. സാമ്പത്തികപരമായിട്ട് എനിക്ക് വലിയ ബാധ്യതകൾ വരാതെ പിടിച്ചെടുക്കാൻ പറ്റി. അപ്പോൾ അടുത്ത് ഞാൻ ചെയ്തൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തുടരാം എന്നുള്ളൊരു ധാരണയിലായിരിക്കുമല്ലോ അത് വന്നിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട്. അതെ, ഈ ഫീൽഡിൽ നിൽക്കാനുള്ള ഇത് തന്നെയാണ്. അപ്പോൾ താങ്കളെപ്പോലെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ പ്രവാസ ജീവിതം. അപ്പോൾ നമുക്കറിയാം പല പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാർ, പ്രഗത്ഭരായിട്ടുള്ള സിനിമാ സംവിധായകർ, പല കലാകാരന്മാരും പ്രവാസികളാണെന്നുള്ള ഒരു വസ്തുതയുണ്ട്. അപ്പോൾ എന്താണ് ഈ താങ്കൾ ദീർഘകാലം പ്രവാസിയാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു. എന്താണ് ഈ പ്രവാസ ജീവിതം താങ്കളുടെ കലാജീവിതത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? ആ ഒരു ഇൻട്രഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻട്രാക്ഷൻ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മൾ ഈ പ്രവാസ ജീവിതത്തിൽ എന്ന് വെച്ചാൽ കൂടുതലൊരു എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ തന്നെ, ഞാൻ 18-ാം വയസ്സിൽ ഇവിടുന്ന് നാട് വിട്ട് ഞാൻ ബോംബെയിലെത്തി. അവിടുന്ന് ഇതുപോലുള്ള സംഘടനകളായിട്ടൊക്കെ സഹകരിച്ച്, കലാസംഘടനകളായിട്ടൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കുന്നു, എഴുതുന്നു. അപ്പം അതിനൊക്കെയുള്ള സ്കോപ്പുകൾ ഭാഷയോടുള്ള കൂടുതൽ നമ്മുടെ നാട്ടിലേക്കാളൊക്കെ ഭാഷയോടും ഇതിനോടൊക്കെ താല്പര്യമുള്ളവരെ കണ്ടു കിട്ടുന്നത് ഈ പ്രവാസ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പേരെ കണ്ടു. അവിടെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ നാട്ടിലുള്ളതിനേക്കാളും സജീവമായിട്ടൊക്കെ നിൽക്കുന്നത് അവിടെയാണെന്ന് തോന്നുന്നു. അത് ഭാഷയോടുള്ള താല്പര്യമായിരിക്കാം. അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം നമ്മൾ ഇത്തരം ഫീൽഡുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബന്ധമുണ്ട്, നമ്മൾ കലയുമായിട്ടുള്ളൊരു ബന്ധം. അത് തന്നെയായിരിക്കണം ഇതിനോട്. ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോൾ ഗൾഫിൽ നിന്ന് സിനിമ നിർമ്മാണമായിട്ടും മറ്റേതായിട്ടൊക്കെ കടന്നു വരുന്നുണ്ട്. അവരുടെ അവധി സമയങ്ങളിലും അവരുടെ വൈകുന്നേരങ്ങളിലൊക്കെ അവർ ഇതിന് പിറകെ പോകുന്നുണ്ട്. സംഘടനകൾ, കലാപരമായ കാര്യങ്ങളിലേക്ക് വളരെ സജീവമായിട്ടുള്ള ഒരു ജനക്കൂട്ടം അവിടെയുണ്ട്. ഒരുപക്ഷെ വീട്ടിലേക്കാൾ തീർച്ചയായും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഖത്തറിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെ. അപ്പോൾ ഈ നമുക്കറിയാം അധികം ഗൾഫിൽ ജോലി ചെയ്യുന്നവരെന്ന് പറയുന്നത് ഫുൾ ടൈം ജോലിയായിരിക്കും, വളരെ ചുരുക്ക സമയം ഉറങ്ങാനും അല്ലേ, അങ്ങനെ കിട്ടും. എനിക്കറിയില്ല എല്ലാവരും അങ്ങനെയാണോ എന്ന്. അപ്പോൾ ഇത്രയും സമയം അതിനകത്ത് കിട്ടുന്നുണ്ടോ? ചുരുങ്ങിയ പക്ഷെ നമുക്ക് പാട്ടിനെ പറ്റി ചിന്തിക്കാനും ഇത്തരം കലാപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള
അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ വൈകുന്നേരങ്ങളിലൊക്കെ ഞാൻ സംഘടനകളുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും എൻ്റെ മറ്റു സമയങ്ങളിൽ എനിക്ക് അവധി ദിവസങ്ങളിലൊക്കെ എനിക്കിതിനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ബോൺസായുടെ പാട്ടുകളൊക്കെ അവിടെ ഇരുന്നിട്ടാണ് എഴുതുന്നത്. അല്ല, ഞാൻ നാട്ടിൽ വന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് എഴുതിയില്ല, അവിടെ ഇരുന്ന് എഴുതുകയാണ്. അവിടെ ഇരുന്നിട്ട് എഴുതിയിട്ട് സംവിധായകനായിട്ട് ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ടല്ലോ, പഴയതുപോലെ അല്ലല്ലോ. പഴയതുപോലെ സംഗീത സംവിധായകനും ലിറിക്സ് റൈറ്റർ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ചെയ്യുക എന്നുള്ളതൊന്നുമില്ല. ആരോ ഇവിടെ വെച്ചിട്ട് ആരോ ഒരാൾ പാട്ട് എഴുതുന്നു, ഇവിടെ വെച്ചിട്ട് ആരോ ഒരാൾ സംഗീതം ചെയ്യുന്നു, ആരോ ഒരാൾ പാടുന്നു. അങ്ങനെയായി തീർന്നു ഇന്നത്തെ ഒരു. അതുപോലെ തന്നെ ഈ ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഈ പ്രവാസ ജീവിതത്തിൻ്റെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു കൂട്ടായ്മ, ഒരു സൗഹൃദ കൂട്ടായ്മ ഒരുപക്ഷെ ഉണ്ടായിരിക്കണം അല്ലേ? അങ്ങനെയുണ്ടോ? തീർച്ചയായും നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. അവിടെ കണ്ടെത്തിയിരിക്കുന്ന നമ്മുടെ കേരളത്തിലെ മുക്കിനുള്ള സ്ഥലങ്ങളുടെയും ഒരു കൂട്ടായ്മ അവിടെ ഉണ്ട്. ഗൾഫുകളിൽ ഓരോ സ്ഥലങ്ങളിലും ഓരോ കൂട്ടായ്മകളുണ്ട്. അവരുടെ കുറേ കലകൾ അവിടെയുള്ള ആ നാട്ടുപ്രദേശത്തുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ അവിടെയുള്ള കുട്ടികൾ അവർ കലാപരമായിട്ട് അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ അവധി ദിവസങ്ങൾ, അവരുടെ വൈകുന്നേരങ്ങളൊക്കെ ഇതിലവർ സജീവമായിട്ട് തന്നെ അവർ ചെയ്യുന്നുണ്ട്. അതിന് ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തും ഇന്ത്യൻ കൾച്ചർ സെൻറ്ററിൻ്റെ ഭാഗത്തുനിന്നൊക്കെ നല്ല പ്രോത്സാഹനം അവർക്ക് കിട്ടുന്നുണ്ട്. അതിനുള്ള സഹകരണങ്ങൾ എംബസിയും ഈ ഇന്ത്യൻ കൾച്ചർ സെൻറ്ററൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. എം വി ദാമോദരൻ നമ്പ്യാരുടെയും കെ പി ജാനകിയുടെയും മകനായി രാമന്തളിയിൽ ജനിച്ച സുരേഷ് രാമന്തളി ഗവൺമെന്റ് ഹൈസ്കൂൾ, കണ്ണൂർ, ITI എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ദീർഘകാലം ബോംബെയിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്തു. ബോംബെയിലെ മലയാളികളുടെ കലാസാംസ്കാരിക സംരംഭങ്ങളുമായുള്ള ഇടപെടലുകളാണ് സുരേഷ് എന്ന കലാകാരനെ സിനിമാ മേഖലയിൽ എത്തിച്ചത്. ഖത്തറിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം ഇപ്പോൾ തന്റെ പുതിയ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ഭാര്യ ആഷ അദ്ദേഹത്തിന്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ ചുമതലകൾ നിർവഹിക്കുന്നു. സുരേഷിന്റെ ഫാമിലി ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തുക. ഇവിടെ ഇപ്പോൾ രണ്ടാളേ ഉള്ളൂ, ഭാര്യയും അമ്മയും. പക്ഷേ സുരേഷിന്റെ സഹോദരന്മാരൊക്കെ ഉണ്ടോ? എനിക്ക് 2 സഹോദരന്മാർ, ഒരു സഹോദരിയാണ്. എൻ്റെ ചേട്ടൻ്റെ പേര് രാജേന്ദ്രൻ, KP രാജേന്ദ്രകുമാർ. പിന്നെ അനുജൻ സതീഷ്. അനുജൻ ഗൾഫിലായിരുന്നു, അവനിപ്പോൾ പയ്യന്നൂർ ബിസിനസ്സും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ ബോംബെയിൽ ഫാമിലി അടക്കം പോയിരുന്നു. അച്ഛനും അമ്മയെല്ലാം പോയോ? അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ വരുമായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ പഠിച്ചു എന്ന് പറഞ്ഞത്? ഞാൻ ഇവിടുന്ന് SLC കഴിഞ്ഞിട്ട് പോയതാണ്. ITI കഴിഞ്ഞിട്ട് പോയതാണ്. ബാക്കി എൻ്റെ ഗ്രാജുവേഷനൊക്കെ ഞാൻ അവിടുന്ന് ഇതൊക്കെ സ്വന്തമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഒരു 16 വർഷത്തോളം ഞാൻ ബോംബെയിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഗൾഫിലേക്ക് പോകുന്നത്. ഇപ്പം നാട്ടിൽ തന്നെ സെറ്റിലായി. നാട് ഇപ്പം ഗൾഫ് വിട്ടോ? ഇല്ല, ഗൾഫ് വിട്ടിട്ടില്ല. ഗൾഫാണ് ഇപ്പോഴത്തെ നാട്. ഗൾഫാണ്. അതെ, ഇപ്പം ഗൾഫാണ് നാട്. അമ്മ? ഇത് അമ്മയാണ്. പേര്? ജാനകി. അച്ഛൻ മരിച്ചു. കുറേയായോ? അച്ഛൻ മരിച്ചിട്ട് 15 വർഷമായി. അല്ല, 15 വർഷമായി. ഇത് തന്നെയാണോ നിങ്ങളുടെ ജനിച്ചു വളർന്ന സ്ഥലം? അല്ല, ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലം നേവൽ അക്കാദമിയിൽ പോയിരിക്കുകയാണ്. ശരി. അതിനുശേഷം എടുത്ത വീടാണിത്. രാമന്തളിനെ വേണമെന്നില്ല ആഗ്രഹം? അതെ, നാടോടുള്ളൊരു. നിങ്ങളെ സ്ഥലം തന്നെ അന്നേരം? നിങ്ങൾ പശു കൊടുത്ത് വാങ്ങിച്ചല്ല? അല്ല, അത് മുമ്പേ ഉണ്ടായിരുന്ന സ്ഥലം തന്നെയാണ്. വൈഫിനൊന്ന് പരിചയം? വൈഫാണ് ആഷ. അപ്പോൾ നമ്മുടെ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിൻ്റെ നേർവഴി എന്ന പരിപാടിക്ക് വേണ്ടി താങ്കളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ താങ്കൾ രാമന്തളിക്കാരനാണ്. പക്ഷേ രാമന്തളി കിട്ടാൻ പ്രയാസമാണല്ലോ, അപൂർവമായിട്ടല്ലേ കിട്ടുള്ളൂ. അപ്പോൾ താങ്കളിങ്ങനെ ഇവിടെ വരുന്ന ആ ഒരു സന്ദർഭം നോക്കി ഓടിപ്പിടിച്ചതാ. അപ്പോൾ ഇപ്പോൾ എങ്ങനെ പൊതുവേ നമുക്ക് അവസാനിപ്പിക്കാം. അതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങളും കൂടി. ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വീട്ടുകാരുടെ സപ്പോർട്ട് ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം അങ്ങനെ ചുറ്റുമുള്ള ആളുകൾ, നാട്ടുകാർ, ജനങ്ങൾ, നമ്മുടെ ഇവിടുത്തെ വായനശാല, വിദ്യാലയങ്ങൾ, സുഹൃത്തുക്കൾ, ഇവരൊക്കെ പിന്തുണ, പ്രോത്സാഹനം ഇതൊക്കെ ഉണ്ടോ ശരിക്കും ഒരു കലാകാരൻ്റെ രീതിയിൽ? അതിൽ തൃപ്തനാണോ? ഹാപ്പിയാണോ? എനിക്ക് പറയാനുള്ളത്, വരുന്ന പുതിയ ആൾക്കാർക്ക് വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം കിട്ടുന്നില്ല എന്ന് തന്നെയാണ്. പുതിയ ആൾക്കാരെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരാനും അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും അവർക്ക് വിമുഖത ഇന്നും കാണിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു വേദി കൊടുക്കുക. അതെ, സംശയത്തോടെ നോക്കുന്ന ആ ഒരു ഇതാണ്. പ്രത്യേകിച്ചും എനിക്കും എൻ്റെ നാട്ടിൽ നിന്ന് അങ്ങനെയുള്ള ഒരു സപ്പോർട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലൊന്നുമില്ല. അത് വളരെ ഒരു ഇതാണ്. ഇപ്പോഴും അതാണ്. അവൻ സിനിമയായിട്ട് നടക്കുകയാണ്. സിനിമാ ഭ്രാന്ത്. സിനിമാ ഭ്രാന്ത് ഞാൻ പറയും.
അപ്പം അങ്ങനെ കാണുന്ന ഒരു കൂട്ടരാണ് അധികവും. അധികവും. ഇനി എന്താ പരിപാടി ആക്ച്വലി? ഇനിയുള്ള പരിപാടി വെച്ചാൽ എൻ്റെ ഇപ്പോൾ അടുത്ത് തന്നെ ഇറങ്ങാനുള്ളത് വിഷു പക്ഷി എന്ന് പറഞ്ഞിട്ടൊരു ആൽബം ഇറങ്ങുന്നു ഈ വിഷുവിന്. പിന്നെ സിനിമയുണ്ടോ? 3 സിനിമകൾ ഇപ്പോഴൊക്കെ ഞാൻ ഇപ്പോൾ പാട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 3 സിനിമകളുടെ, അത് ഈ വർഷം ഉണ്ടാകും 3. അത് സിനിമ നിർമ്മാണമുണ്ടോ? എൻ്റെ സിനിമ, ഞാൻ നിർമ്മിക്കുന്ന സിനിമ മെയ് 1 വാരത്തിൽ ചീമേനി കയ്യൂരിൽ ഷൂട്ടിംഗ് ആ ഭാഗങ്ങളിൽ. താങ്കളുടെ എല്ലാ സംരംഭങ്ങളും, നമ്മുടെ സമയം പരിമിതമായതുകൊണ്ടാണ് ഞാൻ ചുരുക്കുന്നത്, വേറെ നിവൃത്തിയില്ല. അപ്പോൾ താങ്കളുടെ കലാപരമായിട്ടുള്ള എല്ലാ സംരംഭങ്ങൾക്കും മുഴുവൻ ഭാവുകങ്ങളും നേരുന്നു. താങ്കൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ പഴയ നല്ല പാട്ടിൻ്റെ പേരിൽ ഇപ്പം താങ്കളുടെ പേര് അത്ര വന്നില്ല, പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ താങ്കൾ അറിയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. സമയമുണ്ട് ഇഷ്ടം പോലെ. ഓൾ ദി ബെസ്റ്റ്.